ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുൽഫിയാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുമല്ല, ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ അത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രെഡിൻ്റെ 4 കോർണേഴ്സും കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ബ്രെഡാണിത്. അത് നമ്മൾ മിക്സി ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ പാലും ആഡ് ചെയ്യേണ്ട. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്താണിത്. അതിന് ശേഷം നമ്മൾ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇത് ഏലക്ക പൊടിയാണ്. ഇത് റോസ് എസൻസ് ഉള്ളവർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എസൻസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്ത ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കുകയാണ്. കുൽഫിയും പിസ്തയും നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ബദാം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, കാഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇന്നൊരു കുപ്പി ഗ്ലാസ്സിലാണ് ഇത് ഒഴിച്ച് വെക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ കപ്സോ സ്റ്റീൽ കപ്സോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സാധാരണ ഒരു ബൗളിൽ വേണമെങ്കിൽ ഇത് ഒഴിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് എല്ലാ ഗ്ലാസും കവർ ചെയ്ത് കൊടുക്കുകയാണ്. അലുമിനിയം ഫോയിലിൻ്റെ മിഡിലായിട്ട് നമ്മൾ ജസ്റ്റ് കീറിവിടുകയാണ്. ഐസ്ക്രീം സ്റ്റിക്ക് വെക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അങ്ങനെ എല്ലാ കുപ്പികളിലും ഇങ്ങനെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 8-9 മണിക്കൂർ നന്നായിട്ട് ഫ്രീസ് ചെയ്ത് എടുക്കണം. അങ്ങനെ എടുത്തതാണത്. ഞാൻ ബാക്കി വന്ന ആ കുൽഫിയുടെ ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ഡിമോൾഡ് ചെയ്ത് കാണിച്ചു തരാം. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കുൽഫി. പിസ്താഷ്യോസ് വെച്ച് ഗാർണിഷ് ചെയ്യണം. ഇനി നമുക്ക് ഈ കുൽഫി ഒന്ന് കട്ട് ചെയ്യാം. മാർക്കറ്റിൽ നിന്ന് വാങ്ങണ കുൽഫിയുടെ അതേ ടേസ്റ്റ് എന്നൊന്നും ഞാൻ പറയണില്ല അതിന്. കാരണം ഇത് ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിൽ തന്നെ. കുട്ടികൾ കുൽഫിയൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ ടേസ്റ്റ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുൽഫിയാണത്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.